നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2025 എല്ലാ PSC പരീക്ഷകൾക്കും നിങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ടുവെച്ചോളൂ. ഇതിൽ നിന്നുള്ള പല ചോദ്യങ്ങളും റിപ്പീറ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ് കണ്ട് പഠിച്ച ശേഷം ഇതിന്റെ PDF നോട്ട് ഫ്രീ ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കൂ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം, 2025 ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായതിന്റെ എത്രാമത്തെ വാർഷികമാണ് പൂർത്തിയായത്? 100ാം വാർഷികമാണ് പൂർത്തിയായത്. അപ്പോ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായ വർഷം ഏതാണ്? 1925 നവംബർ 7 ഗ്വാളിയോറിലാണ് സ്ഥാപിതമായത്. ഗ്വാളിയോറിലാണ് 2025 നവംബർ മാസം 7 ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായത്. 2025 100 വർഷം പൂർത്തിയായി. റഫാൽ യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി തന്നെ ദ്രൗപദി മുർമു ആണ് റഫാൽ യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏത്? ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരം അല്ലെങ്കിൽ ആ ഒരു കോമൺവെൽത്ത് ഗെയിംസ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. 2030 അഹമ്മദാബാദ്. അപ്പൊ 2022 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെ വെച്ചാണ്? ഇംഗ്ലണ്ടിലെ ബിർമിംഗ്ഹാമിൽ വെച്ചാണ്. 2026 നടക്കാനിരിക്കുന്നത് എവിടെ വെച്ചാണ്? സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ചാണ് 2026 നടക്കാനിരിക്കുന്നത്. 2030 അഹമ്മദാബാദ് നഗരത്തിൽ വെച്ചാണ് നടക്കാനിരിക്കുന്നത്. അടുത്തത് ഒരു പദ്ധതിയാണ് പ്രചോദനം എന്ന പദ്ധതി. എന്തിനാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്? സാമൂഹ്യ നീതി വകുപ്പ് അടുത്തിടെ നടപ്പിലാക്കിയ പദ്ധതിയാണ്. ലക്ഷ്യം എന്താണ്? ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് പ്രചോദനം എന്ന പദ്ധതി. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് പ്രചോദനം. അടുത്തതും ഒരു പദ്ധതിയാണ് ജനഗൽസ എന്ന പദ്ധതി. എന്തിനു വേണ്ടിയിട്ടാണ് ആരംഭിച്ചത്? കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ്. കുടുംബശ്രീ ആരംഭിക്കാനിരിക്കുന്ന പദ്ധതിയാണ് ജനഗൽസ. എന്തിനു വേണ്ടിയിട്ട്? കേരളത്തിലെ തദ്ദേശീയ കലകളുടെ പുനരുജ്ജീവനം, കലകളൊന്നും അന്യം നിന്ന് പോകാതെ അവയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് ജനഗൽസ. അപ്പൊ 5 ചോദ്യം കിട്ടിയല്ലോ. അടുത്തയിലേക്ക് പോകാം. അടുത്തതും കുടുംബശ്രീയുടെ ഒരു പദ്ധതി തന്നെ, സാന്ത്വന മിത്ര എന്ന പദ്ധതി. സാന്ത്വനം ഏകാനുള്ളത് ആർക്കാണ്? പരിചരണം ആവശ്യമുള്ളവർക്ക്. പൂർണ്ണ സമയം പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് സഹായം നൽകാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് സാന്ത്വന മിത്ര എന്ന പദ്ധതി. എന്താണ് സാന്ത്വന മിത്ര? അടുത്തത് KSRTC അടുത്തിടെ ഡെവലപ്പ് ചെയ്ത ഒരു ആപ്പാണ് KSRTC ചലോ ആപ്പ്. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താ? KSRTC ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരണങ്ങൾ ഉൾപ്പെടുത്തി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. തത്സമയ യാത്രാ വിവരണങ്ങൾ, എവിടെ എത്തി, എവിടെ നിന്ന് പുറപ്പെട്ടു, എപ്പോൾ എത്തും, അങ്ങനെയൊക്കെയുള്ള തത്സമയ യാത്രാ വിവരണങ്ങൾ ഉൾപ്പെടുത്തി ഡെവലപ്പ് ചെയ്ത ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് KSRTC ചലോ ആപ്പ്. അടുത്ത ചോദ്യം, 2025 ലോക ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം. ലോക ശാസ്ത്ര ദിനം എന്നാണ്. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 ആണല്ലോ. അപ്പൊ ലോക ശാസ്ത്ര ദിനം എന്നാണെന്നുള്ള കാര്യം താഴെ ഒന്ന് കമന്റ് ചെയ്യൂ. അപ്പോ ലോക ശാസ്ത്ര ദിനം 2025 പ്രമേയം ട്രസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ടുമോറോ ദ സയൻസ് വി നീഡ് ഫോർ 2050. ഒരു വിഷൻ ഉണ്ട് അവർക്ക്. 2050 ദ സയൻസ് വി നീഡ് ഫോർ 2050 ട്രസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ടുമോറോ എന്നതാണ് 2025 പ്രമേയം. ഏത് സംസ്ഥാനമാണ് കൊച്ചിയുടെ മാതൃകയിൽ വാട്ടർ മെട്രോ ആരംഭിക്കുന്നത്? ഗോവ. അപ്പോ നമ്മുടെ വാട്ടർ മെട്രോ മറ്റൊരു സംസ്ഥാനത്തിന് പ്രചോദനമായി. അപ്പൊ ഗോവ സംസ്ഥാനം കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ വാട്ടർ മെട്രോ ആരംഭിക്കാനിരിക്കുകയാണ്. അടുത്തതും കുടുംബശ്രീയുടെ ഒരു പദ്ധതി. കുടുംബശ്രീയുടെ പദ്ധതികളൊക്കെ മിക്കപ്പോഴും PSC ചോദിക്കാറുണ്ട്. അതാണ് ഞാൻ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുടുംബശ്രീ ഹോം ഷോപ്പ് പദ്ധതി. ഇപ്പൊ ഹോം ഷോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു ഷോപ്പിംഗ് ആണെന്ന് മനസ്സിലാക്കാമല്ലോ. കുടുംബശ്രീ ഒരുപാട് ഉൽപ്പന്നങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അച്ചാറ്, അതുപോലെ ഓരോ വിവിധ തരത്തിലുള്ള കറി മസാലകള്, അങ്ങനത്തെയൊക്കെ കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ വീട്ടിലെത്തിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ്
ആണ് കുടുംബശ്രീ ഹോം ഷോപ്പ്. കുടുംബശ്രീ ഹോം ഷോപ്പ്. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ പദ്ധതി നിലവിൽ വരുന്ന നഗരം ഏതാണ്? തിരുവനന്തപുരത്താണ് കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ പദ്ധതി നിലവിൽ വരുന്നത്. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. അവക്കാദോ നഗരം. അടുത്തിടെ കേരളത്തിലെ അവക്കാദോ നഗരമായിട്ട് പ്രഖ്യാപിച്ചത് വയനാട് ജില്ലയിലെ അമ്പലവയലിനെയാണ്. വയനാട് ജില്ലയിലെ അമ്പലവയലിനെയാണ് കേരളത്തിലെ അവക്കാദോ നഗരമായിട്ട് പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, 2025 ബുക്ക് പ്രൈസ് ബ്രിട്ടീഷ് അക്കാദമി നൽകുന്ന ബുക്ക് പ്രൈസ് ആണ്. ഇത് നേടിയ ഇന്ത്യൻ വംശജനായ ചരിത്രകാരനാണ് സുനിൽ അമൃത്. സുനിൽ അമൃത്. നമ്മൾ 2025 മാൻ ബുക്കർ സമ്മാനം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തില്ലേ? ആർക്കാണ് ലഭിച്ചത്? ഡേവിഡ് സലേക്കാണ് ലഭിച്ചത്. ഡേവിഡ് സലയുടെ ഫ്ലഷ് എന്ന നോവലിനാണ് ലഭിച്ചത്. ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആരാണെന്ന് ചോദിച്ചാൽ കിരൺ ദേശായി ആണ്. അടുത്ത ചോദ്യം, 2024 സെപ്റ്റംബർ മാസം ആരംഭിച്ച കുട്ടികൾക്കുള്ള പെൻഷൻ സ്കീമിന്റെ പേരാണ് NPS വാത്സല്യ. നാഷണൽ പെൻഷൻ സ്കീം NPS വാത്സല്യ എന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാത്സല്യപൂർവ്വം കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ച പെൻഷൻ സ്കീമാണ്. പ്രോജക്ട് ചീറ്റയുടെ ഭാഗമായി 2025 8 ചീറ്റകളെ ഇന്ത്യക്ക് നൽകുന്ന രാജ്യം ഏത്? വളരെ ഇമ്പോർട്ടന്റ്. ബോട്സ്വാന പ്രോജക്ട് ചീറ്റയുടെ ഭാഗമായിട്ട് 8 ചീറ്റകളെ 2025 ഇന്ത്യക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓർക്കുക, ബോട്സ്വാന ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജ്ഞാനപാന പുരസ്കാരമാണ്. 3 വർഷത്തെ ജേതാക്കളെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പുരസ്കാരങ്ങൾ പഠിക്കുമ്പോൾ ആ ഒറ്റ വർഷത്തെ മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോകരുത്. ഏകദേശം ഒരു 3-4 വർഷം ഒന്ന് പിന്നിലേക്ക് പോയി പഠിക്കുക. 2025 KP ശങ്കരൻ, 2024 രാധാകൃഷ്ണൻ കാക്കശ്ശേരി, 2023 V മധുസൂദനൻ നായർ. 25 KP ശങ്കരനും 24 രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കും 23 V മധുസൂദനൻ നായർക്കുമാണ് ലഭിച്ചത് ജ്ഞാനപാന പുരസ്കാരം. അടുത്തത് 2025 ഒക്ടോബറിൽ ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടി, ഏഷ്യ പസഫിക് എക്കണോമിക് കോഓപ്പറേഷൻ സമ്മിറ്റ്. ഓക്കെ, നടന്നത് എവിടെയാ? ദക്ഷിണ കൊറിയയിലാണ്. അപ്പെക് സമ്മിറ്റ് എന്ന് ഷോർട്ട് ഫോമിലും ചോദിക്കാം. എവിടെ വെച്ച് നടന്നത്? ദക്ഷിണ കൊറിയയിൽ വെച്ചാണ് നടന്നത്. അടുത്ത ചോദ്യം ഓർത്തിരുന്നോളൂ. 8ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ ചെയർപേഴ്സൺ ആര്? 8ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ ചെയർപേഴ്സൺ റിട്ടയർഡ് ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ആണ്. റിട്ടയർഡ് ജസ്റ്റിസ് രഞ്ജന പ്രകാശ്. മാലിദ്വീപിൽ ഇന്ത്യയുടെ സഹായത്തോടെ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം നിർമ്മിച്ചു. ഈ വിമാനത്താവളത്തിന്റെ പേരാണ് ഹാനി മാധു അന്താരാഷ്ട്ര വിമാനത്താവളം. ഹാനി മാധു അന്താരാഷ്ട്ര വിമാനത്താവളം. മാലിദ്വീപ് പ്രസിഡന്റിന്റെ പേരെന്താ? മുഹമ്മദ് മുയിസ്. അടുത്ത ചോദ്യവും ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം നിലവിൽ വരുന്നത് ഒറ്റപ്പാലത്താണ്. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ 20 ക്വസ്റ്റ്യൻസും ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോയോ? നിങ്ങളോട് ചോദിച്ച ചോദ്യം താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കൂ. എന്താ ചോദിച്ചത്? ലോക ശാസ്ത്ര ദിനം എന്താണെന്നാണ് ചോദിച്ചത്. താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന എല്ലാ ലെവൽ ഓഫ് PSC എക്സാംസിനും 10th ആയാലും 12th ആയാലും ഡിഗ്രി ആയാലും എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. വളരെ മിതമായ ഫീസിലാണ് എല്ലാ കോഴ്സുകളും കൊണ്ടുവന്നിട്ടുള്ളത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.